നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഡൽഹിയിൽ കെ സുധാകരൻ ആര് എന്ന് കാട്ടിക്കൊടുത്ത ദിവസമായിരുന്നു ഇന്ന്. എല്ലാ കണ്ണുകളും സുധാകരനിലേക്ക്. ഒടുവിൽ ഹൈക്കമാൻഡ് തോറ്റു. കെ സുധാകരൻ ജയിച്ചു. കണ്ണൂരിൽ കെ സുധാകരൻ നിയമസഭാ മത്സരത്തിൽ സ്ഥാനാർത്ഥിയാകും. കെ സുധാകരനെ കറിവേപ്പില പോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കളയാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ തിരിച്ചറിഞ്ഞ മണിക്കൂറുകൾ. കെ സുധാകരന് വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ ആരവമുയർന്നു. കണ്ണൂർ DCCക്ക് മുന്നിൽ കെ സുധാകരൻ അനുകൂലികൾ നിറഞ്ഞു. ഇന്ന് രാവിലെ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന KSന്റെ പ്രഖ്യാപനം. അത് ഏറ്റെടുത്ത അണികൾ കെ സുധാകരന് വേണ്ടി കണ്ണൂരിൽ മുദ്രാവാക്യം വിളി തുടങ്ങി. മറുവശത്ത് കെ സുധാകരൻ ഒരു പുതിയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നുവെന്ന വാർത്ത. BJP അടക്കം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കെ സുധാകരനുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. NDA മുന്നണിയിൽ കെ സുധാകരൻ്റെ പുതിയ പാർട്ടിയും ഒപ്പം ചേരുമെന്ന ഭീഷണി. മറുവശത്ത് മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഇതാ വരുന്നു എന്ന പൊതുപ്രതീതി കേരളത്തിൽ വളർന്നു വന്ന മണിക്കൂറുകൾ. കെ സുധാകരന് മുന്നിൽ മുട്ടുമടക്കുകയല്ലാതെ ഹൈക്കമാൻഡിന് പിന്നെ പോംവഴികളൊന്നുമില്ല. രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയുമായി സംസാരിച്ചു. ഖാർഗെയ്ക്ക് ഗ്രൗണ്ട് സിറ്റുവേഷൻ മനസ്സിലായി. കീഴടങ്ങുക അതാണ് നല്ലത്. അതല്ല എങ്കിൽ മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഉറപ്പെന്ന് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ. കണ്ണൂരിൽ സീറ്റില്ല എന്നു പറഞ്ഞ് ഹൈക്കമാൻഡ് കെ സുധാകരന് മുന്നിൽ വാതിലുകൾ കൊട്ടിയടച്ചത് ഇന്നലെ അർദ്ധരാത്രി. ആ നിമിഷം മുതൽ കലിപൂണ്ട കെ സുധാകരൻ പല കരുനീക്കങ്ങൾ തുടങ്ങി. സുധാകരൻ അനുകൂലികൾ കട്ടയ്ക്ക് നിന്നു. കേരളത്തിൽ പല ഭാഗങ്ങളിലും വിമതരായി തലപൊക്കിയവർ കെ സുധാകരനെ വിളിച്ചു. ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് സുധാകരന് ശക്തമായ പിന്തുണ. ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമുള്ള പല നേതാക്കളും കെ സുധാകരന് പിന്തുണയുമായി എത്തി. ഇന്ന് രാവിലെ കെ സുധാകരനെ വിളിച്ച നേതാക്കളോട് ഗുഡ് ബൈ എന്നാണ് സുധാകരൻ മറുപടി പറഞ്ഞത്. ഒടുവിൽ സാക്ഷാൽ KC വേണുഗോപാൽ കെ സുധാകരനെ വിളിച്ചു. കണ്ണൂർ സീറ്റിൽ ആളെ നിശ്ചയിച്ചത് നിങ്ങൾ തന്നെയല്ലേ? നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോവുക. ഇനി എനിക്കെൻ്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. ഈ വാക്കുകൾ KC വേണുഗോപാലിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കി. തെരഞ്ഞെടുപ്പിൽ വലിയ പാളിച്ച സംഭവിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ താൻ അപ്രസക്തനാകും എന്ന് KC വേണുഗോപാൽ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും VD സതീശനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ. VD അക്ഷരാർത്ഥത്തിൽ വിറച്ചുപോയ മണിക്കൂറുകളാണ് കടന്നുപോയത്. രമേശ് ചെന്നിത്തല ഇതിനിടയിൽ കെ സുധാകരനെ ഫോണിൽ വിളിക്കുന്നു. ഒരു കാരണവശാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കരുത് എന്ന് രമേശ് ചെന്നിത്തല KSനോട് അഭ്യർത്ഥിച്ചു. രമേശ് ചെന്നിത്തലയുടെ ഗതിയും ഇതുതന്നെ എന്ന് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയെ ഓർമ്മപ്പെടുത്തി. എന്നാൽ പാർട്ടിയാണ് വലുത് എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് കെ സുധാകരനോട് പറഞ്ഞുകൊണ്ടിരുന്നു. കടുത്ത നടപടികളിലേക്ക് കടക്കരുത്, ഹൈക്കമാൻഡ് ചിലതൊക്കെ ആലോചിക്കുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചു. തൊട്ടുപിന്നാലെ കെ സുധാകരനെ വിളിച്ചത് സുധാകരൻ തന്നെ ഇഷ്ടപ്പെടുന്ന AK ആന്റണിക്ക് മുന്നിൽ സുധാകരൻ ഒന്ന് വഴങ്ങി. കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കരുത്, ഹൈക്കമാൻഡുമായി താൻ ആശയവിനിമയം നടത്തുന്നു എന്ന് AK ആന്റണി കെ സുധാകരനോട് പറഞ്ഞു. ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാർ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ അത്രയേറെ സങ്കടത്തിലാണ്. കെ സുധാകരൻ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കരുത്. ഇവിടെയാണ് കെ സുധാകരൻ തൻ്റെ മനസ്സ് തുറന്നത്. AK ആന്റണിക്ക് മുന്നിൽ കെ സുധാകരൻ എല്ലാം തുറന്നു പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കുമ്പോൾ അന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നില്ല എന്ന നിലപാടാണ് താൻ സ്വീകരിച്ചത്. എന്നാൽ കണ്ണൂരിൽ താൻ മത്സരിച്ചാലേ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയും കേരള നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് കണ്ണൂർ പാർലമെന്റ് സീറ്റിൽ താൻ മത്സരിച്ചതെന്ന് കെ സുധാകരൻ വ്യക്തമാക്കി. എന്നാൽ അന്ന് രാഹുൽ ഗാന്ധി തനിക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യമൊരുക്കുമെന്നാണ് അന്ന് രാഹുൽ ഗാന്ധി തനിക്ക് നൽകിയ വാഗ്ദാനം. കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിൽ തന്നെ അപമാനിച്ചു. ഇത്രയേറെ തന്നെ അപമാനിച്ച ഒരു വിലയും നിലയും നൽകാത്ത ഈ പാർട്ടിയിൽ താൻ എന്തിനു തുടരണമെന്ന് AK ആന്റണിയോട് കെ സുധാകരൻ്റെ ചോദ്യം. ഒരു കാലഘട്ടം നിറയെ സ്വന്തം ജീവൻ നൽകി ഒരു പ്രസ്ഥാനത്തെ നയിച്ചയാളാണ് കെ സുധാകരൻ. ഇവിടെ കോൺഗ്രസ് തളർന്നു വീഴുന്നത് നമ്മുടെ പരാജയമാണ് എന്ന് AK ആന്റണി കെ സുധാകരനെ ഓർമ്മപ്പെടുത്തി. കടുത്ത തീരുമാനങ്ങൾ അരുത്, ഞാൻ ഹൈക്കമാൻഡുമായി സംസാരിക്കുന്നു എന്ന് AK ആന്റണി പറഞ്ഞു. തുടർന്ന് AK ആന്റണിയെ രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ചു.
കെ സുധാകരനെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത് എന്ന സന്ദേശം ഹൈക്കമാൻഡിന് മുന്നിൽ രമേശ് ചെന്നിത്തല വെച്ചു. അങ്ങനെയെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ നേരിടേണ്ടി വരും. ഒരു കറിവേപ്പില പോലെ സുധാകരനെ പുറത്തേക്ക് വലിച്ചെറിയാൻ കഴിയില്ല എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. മറുവശത്ത് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണമെന്ന് വി.ഡി. സതീശൻ ആവർത്തിച്ച് നിലപാട് അറിയിച്ചുകൊണ്ടിരുന്നു. കെ.സി. വേണുഗോപാൽ പരിഭ്രമിച്ചതോടെ കെ സുധാകരനുള്ള വാതിൽ തുറന്നു. തുടർന്ന് മല്ലികാർജുൻ ഖാർഗെയുമായി രാഹുൽ ഗാന്ധി നടത്തിയ സംഭാഷണം. കെ സുധാകരന് മുന്നിൽ വിട്ടുവീഴ്ച നടത്തുന്നതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അഭികാമ്യമെന്ന് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ബോധ്യമായി. കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ള കനകോലു ടീമും ഇതിനിടയിൽ കെ സുധാകരനെ പുറത്തേക്ക് വിട്ടാൽ കോൺഗ്രസിന്റെ സാധ്യതകൾ അടയും എന്ന റിപ്പോർട്ട് നൽകി. കണ്ണൂരിൽ കെ സുധാകരനെ പിണക്കരുത് എന്ന് മുസ്ലിം ലീഗും കെ കുഞ്ഞാലിക്കുട്ടിയും ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഇന്ന് രാവിലെ കെ സുധാകരൻ വ്യക്തമാക്കിയത്. 12 മണിക്ക് കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതം കടുത്തതായിരിക്കുമെന്ന് ഹൈക്കമാൻഡിന് ബോധ്യമായി. അത്ര എളുപ്പമല്ല കേരളത്തിലെ കാര്യങ്ങൾ. ഒടുവിൽ കെ സുധാകരൻ എന്ന സിംഹത്തിന് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കി. തന്നെ വിളിച്ച കോൺഗ്രസ് നേതാക്കളോട് പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് താൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന് കെ സുധാകരൻ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുടെ മണിക്കൂറുകളാണ് കടന്നുപോയത്. രാഷ്ട്രീയ പ്രതിയോഗികൾ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ട്രോളിക്കൊല്ലുന്ന കാഴ്ചകൾ മറുവശത്ത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നീ നേതാക്കളുമായി വ്യാഴാഴ്ച രാവിലെ മുതൽ പലവട്ടം കെ സുധാകരൻ ഫോണിൽ സംസാരിച്ചു. എന്നാൽ വി.ഡി. സതീശനോട് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന നിലപാടാണ് കെ സുധാകരൻ തുടക്കം മുതൽ സ്വീകരിച്ചത്. ഇന്ന് രാവിലെ കെ.സി. വേണുഗോപാൽ കെ സുധാകരനോട് തുറന്നു പറഞ്ഞു, കണ്ണൂരിൽ സീറ്റില്ല, മുൻ മേയറായ ടി.ഒ. മോഹനനെ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇതോടെയാണ് കെ.സി. വേണുഗോപാലിനോട് ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ കെ സുധാകരൻ ഫോൺ കട്ട് ചെയ്തത്. തനിക്ക് തൻ്റെ വഴിയെന്നും പാർട്ടിക്ക് പാർട്ടിയുടെ വഴിയെന്നും നേതാക്കളോട് കെ സുധാകരൻ ആവർത്തിച്ചു പറഞ്ഞു. പാർട്ടിയെടുത്ത ഈ തീരുമാനത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കുക. സുധാകരൻ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്തകൾ പരന്നതോടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും നിരാശയുടെ പടുകുഴിയിലേക്ക് പതിച്ച മണിക്കൂറുകൾ. കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് കെ സുധാകരന്റെ ഓരോ പ്രതികരണവും. മാധ്യമലോകം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. രാഷ്ട്രീയമായി വലിയ ദുർഘട ഘട്ടത്തിലേക്കാണ് കോൺഗ്രസ് പതിച്ചത്. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നീ 3 നേതാക്കളോട് മാത്രമേ താൻ സംസാരിക്കൂ എന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്തു കെ സുധാകരൻ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുധാകരൻ കടുത്ത അതൃപ്തിയിലായിരുന്നു. 1 വർഷം മുമ്പ് വരെ കേരളത്തിന്റെ ചുമതലയുള്ള കെ.പി.സി.സിയുടെ അധ്യക്ഷനായ കെ സുധാകരന് ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഒരു റോളും അനുവദിച്ചില്ല ഇപ്പോഴത്തെ നേതൃത്വം. എം.പിമാർക്ക് സീറ്റില്ല എന്ന ഉറച്ച നിലപാടിന് പിന്നിൽ ചില തന്ത്രങ്ങളുണ്ടായിരുന്നു. കെ സുധാകരനെ മത്സരിക്കാൻ അനുവദിച്ചാൽ ഭാവിയിൽ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലെത്തുമോ എന്ന ഭയം വി.ഡി. സതീശനെയും വേട്ടയാടിയിരുന്നു. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനും സണ്ണി ജോസഫും തൽക്കാലം എം.പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന കടുത്ത തീരുമാനത്തിലെത്തിച്ചേർന്നു. താൻ അപമാനിതനായി എന്ന വികാരമാണ് സുധാകരന്. ഒരു നിലയും വിലയുമില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ എന്തിനു തുടരുന്നു? കഴിഞ്ഞ പതിറ്റാണ്ടുകളായി താൻ അനുഭവിക്കുന്ന രാഷ്ട്രീയ ഭീഷണി, മറുവശത്ത് എത്രയോ വട്ടം CPM ഗുണ്ടകൾ തന്നെ കൊല്ലാനായി കാത്തു നിന്നിട്ടുണ്ട്. ഈ കഥകളൊക്കെ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സുധാകരൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. 1, 2 6 വട്ടമാണ് തന്നെ കൊലപ്പെടുത്താൻ CPM ഗുണ്ടകളെ അയച്ചത്. ഇത്രയേറെ ത്യാഗം സഹിച്ച മറ്റൊരു നേതാവും ഈ പാർട്ടിയിലില്ല എന്ന് സുധാകരൻ തന്റെ അടുത്ത സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി. സുധാകരന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുക മാത്രമല്ല, കണ്ണൂരിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ഒരു പങ്കും നൽകുക കൂടി ചെയ്തില്ല ഈ നേതൃത്വം. തികച്ചും അപമാനിതനായി, വ്രണുത ഹൃദയനായി ഇന്ന് രാവിലെ ഗോദാവരി ഫ്ളാറ്റിൽ 301 നമ്പർ മുറിയിൽ ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ട് സുധാകരൻ തളർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ സുധാകരനെ സ്നേഹിക്കുന്ന അനുകൂലികൾ മാത്രം. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കുക മാത്രമല്ല, തൻ്റെ അനുയായികളെ ചില മണ്ഡലങ്ങളിൽ രംഗത്തിറക്കാനുള്ള നീക്കങ്ങളും ഇന്ന് രാവിലെ സുധാകരൻ നടത്തിയിരുന്നു.
രാഷ്ട്രീയ ചാണക്യനായ സുധാകരനെ നൊമ്പരപ്പെടുത്തി നോവിച്ച് പുറത്തേക്ക് വിട്ടാൽ അത് അപകടകരമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യബോധം കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല ചില നേതാക്കൾക്കുമുണ്ടായി. അതുകൊണ്ടാണ് ഒടുവിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കി കെ സുധാകരന് മത്സരിക്കാനുള്ള അവസരം നൽകുന്നത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിക്ക് മുന്നിൽ നിന്ന് ഒടുവിൽ കരകയറുന്ന കോൺഗ്രസ് ഇതിനകം തന്നെ ആവശ്യത്തിലേറെ പരിക്ക് വാങ്ങിക്കൂട്ടി. കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെക്കുമെന്ന തീരുമാനമെടുത്തിരുന്നു ഇന്ന് രാവിലെ കെ സുധാകരൻ. 11 മണിവരെ കാത്തിരിക്കണമെന്നും പ്രകോപിതരാകരുതെന്നും തന്റെ അനുയായികളോട് സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. BJP കേന്ദ്ര നേതൃത്വം ഇതിനിടയിൽ സുധാകരന്റെ അടുത്ത ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തിയത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വരെ ഞെട്ടിച്ചു. ഇന്ന് രാവിലെ യാതൊരുവിധ അപസ്വരങ്ങളും ഇല്ലാതെയാണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കിയത് എന്ന് സതീശന്റെ പ്രസ്താവന ഇതും കെ സുധാകരനെ ചുടുപ്പിച്ചിരുന്നു. CPM-ൽ നിന്ന് കൂടുതൽ വിസ്മയങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് ആവർത്തിച്ച് പറയുന്ന സതീശന് മുന്നിൽ വലിയ വിസ്മയം തീർത്തുകൊണ്ടാണ് കെ സുധാകരൻ ആഞ്ഞടിച്ചത്. ഒരൊറ്റ സുധാകരനിലുടക്കി ഇന്നലെ രാത്രി 2:30 വരെയാണ് ചർച്ചകൾ തുടർന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഒടുവിൽ മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലും ചർച്ച. ഇന്ന് രാവിലെ പട്ടിക പുറത്തുവിടുമെന്ന ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക്. എന്നാൽ കെ സുധാകരനെ അപമാനിച്ച് അത്തരമൊരു പട്ടിക പുറത്തിറക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് ചില്ലറയായിരിക്കില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞു. ഇന്നലെ രാത്രി 10:30 മണിക്ക് തുടങ്ങിയ മാരത്തൺ ചർച്ചകളാണ് ഒടുവിൽ പുലർച്ചെ 2:30 വരെ നീണ്ടുനിന്നത്. സ്വതന്ത്ര രാഷ്ട്രീയ കക്ഷിയുണ്ടാക്കി NDA മുന്നണിയിലേക്ക് ബന്ധം പുലർത്താനാണ് സുധാകര അനുകൂലികൾ ശ്രമിച്ചത്. കെ സുധാകരൻ മത്സരരംഗത്തിറങ്ങിയാൽ പേരാവൂരിൽ KPCC അധ്യക്ഷൻ നിലംപൊത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിൽ 10-ലേറെ സീറ്റുകളിൽ അപകടകരമായ സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന വിലയിരുത്തലാണ് തുടർന്ന് ഉന്നതതല ചർച്ചകളിൽ പ്രകടമായത്. ഒടുവിലിതാ കെ സുധാകരൻ വിജയിച്ചു, ഹൈക്കമാൻഡ് തോറ്റമ്പുന്ന കാഴ്ച. മുട്ടുമടക്കിയ ഹൈക്കമാൻഡിന് മുന്നിൽ വിജയത്തിൻ്റെ ചിരി ചിരിച്ചുകൊണ്ട് കെ സുധാകരൻ കേരളത്തിലേക്ക് ഉടൻ മടങ്ങുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.